ശ്രീ അനിൽകുമാർ, ഒന്ന് SBI നടത്തുന്ന ഈ നിലയില്ലാ കളി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊക്കെ സത്യസന്ധത SBI പോലെ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ ഭരണഘടന, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ്. കുറച്ചൊക്കെ സത്യസന്ധത പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കിംഗ് സംവിധാനത്തോട് പറഞ്ഞത്. പിന്നെ സന്ദീപ് വാര്യർ CPM-നെതിരെ ഉന്നയിച്ചൊരു വാദം എന്ന് പറയുന്നത്, CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആദ്യ നിലപാടുകൾ സുപ്രീം കോടതി ശരിവെച്ചത്. അതിന്റെ പേരിൽ രാജ്യത്തെ ഏറ്റവും വലിയ ധനകാര്യ ബാങ്കിംഗ് സ്ഥാപനം അത് ഈ നിലയില്ലാ കളി കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാനുള്ള ധാർമ്മികമായ അടിസ്ഥാനവുമുണ്ട്. അവിടെയാണ് CPM-നെതിരെ നേരിട്ട് BJP മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം, നിങ്ങൾ DMK-യിൽ നിന്ന് പൈസ വാങ്ങിയില്ലേ എന്നുള്ളത്. നിങ്ങൾ മറുപടി പറഞ്ഞോളൂ അതിന്. ഒന്ന്, ഇന്നത്തെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ലഭിക്കുന്ന എല്ലാ സംഭാവനകളുടെയും വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്താണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കുന്നത്. 20,000 രൂപയ്ക്ക് മേലുള്ള എല്ലാ സംഭാവനകളും ബഹുജനങ്ങൾക്ക് അങ്ങനെ അറിയാൻ കഴിയും. ആ സംവിധാനത്തിന് എന്താ കുഴപ്പം എന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ആ സംവിധാനം ഉണ്ടായിട്ടും കൊടകരയിൽ കുഴൽപ്പണമായിട്ട് പോകാൻ ധർമ്മരാജന്മാർക്ക് സാധിച്ചതും അതിന് പിന്നാലെ നടക്കാൻ സുരേന്ദ്രനും BL സന്തോഷിനും കർത്താമാർക്കും BJPയുടെ മറ്റ് നേതാക്കന്മാർക്കും എല്ലാം അവസരം ഉണ്ടായതും ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് വിദേശത്തുള്ള കള്ളപ്പണം പിടിച്ച് നമ്മുടെ എല്ലാ അക്കൗണ്ടിൽ 15 ലക്ഷം വീതം തരാം. 2014 മോദി പറഞ്ഞതാണ്. വിദേശത്തെ കള്ളപ്പണം പിടിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ 15 ലക്ഷം വീതം തരും എന്ന് പ്രസംഗിച്ച മോദി ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് ഓടേണ്ട അവസ്ഥയിലായി. കള്ളപ്പണത്തിൻ്റെ ചാമ്പ്യനായി നരേന്ദ്രമോദി നിൽക്കുകയാണ്. അങ്ങനെ വിശ്വഗുരുവിന് ഈ തെരുവിൽ വെച്ച് ഉടുവസ്ത്രം നഷ്ടപ്പെട്ട അവസ്ഥയാണ് സുപ്രീം കോടതി വിധി മൂലം ഉണ്ടായത്. CPIM ഈ നിയമത്തെ അട്ടിമറിക്കുന്ന ഈ വ്യവസ്ഥയ്ക്കെതിരായിട്ട് ഏറ്റവും ശക്തമായി തുടക്കം മുതൽ തന്നെ പൊരുതിയിട്ടുണ്ട്. അന്നും ഇന്നും എന്നും പൊരുതിയിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു വെള്ളി രൂപയും CPM കൈപ്പറ്റിയിട്ടില്ല. DMK-യുടെ പക്കൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല. അത് വളരെ വ്യക്തമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ BJP തൊണ്ട് സഹിതം പിടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ അറ്റത്തൊരു DMK വഴി CPM-ലേക്ക് ഒരു ബന്ധം ഉണ്ടാക്കാം. പണ്ട് രാജീവ് ഗാന്ധി മരിച്ചപ്പം, രാജീവ് ഗാന്ധി കൊലപ്പെട്ടപ്പം അതിന് ഉത്തരവാദിയായ DMK-യുമായി CPM-ന് സഖ്യമുണ്ടെന്ന് കോൺഗ്രസ്സുകാർ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പം സോണിയാഗാന്ധി DMK-ആയിട്ട് സഖ്യത്തിലാണ്. 91 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തോൽപ്പിച്ചത് ആ മുദ്രാവാക്യം വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു ആവർത്തനമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ കൂടി പറയാനുണ്ട്. SBI ഒക്കെ ബലിയാടല്ലേ? യഥാർത്ഥ പ്രതി മോദിയും അമിത്ഷയും BJP അല്ലേ? PM Cares ഫണ്ട് എന്നൊരു സാധനമുണ്ട്. അതിൻ്റെ കണക്കൊന്ന് കിട്ടുമോ? അതിലാരൊക്കെയാണ് ഉള്ളത്? നരേന്ദ്രമോദി, പിന്നെ ആരാ ഉള്ളത്? അമിത്ഷാ. എന്താ അതിൻ്റെ കണക്ക് കിട്ടുകയല്ലാത്തത്? PM Cares ഫണ്ടിൻ്റെ കോടികളുടെ തട്ടിപ്പ് മോദി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് വിവരാവകാശം പോലും ബാധകമല്ല. അപ്പോൾ ഇത് BJPയുടെ സ്ഥിരം കലാപരിപാടിയാണ്. ഒരെണ്ണം പിടിക്കപ്പെട്ടു, ഇനിയും പിടിക്കപ്പെടാൻ ബാക്കിയുണ്ട്. ഇനി എന്താണ് ഇതിലെ അടിസ്ഥാന പ്രശ്നം? സന്ദീപ് വാര്യർ പറഞ്ഞപ്പം എല്ലാവരും കാര്യമായ പ്രതിഷേധം ഉയർത്തിയില്ല, എല്ലാവരും പിന്തുണച്ചു. അതിന് മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. CPM മാത്രമല്ല, CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഇനി എന്താണ് യാഥാർത്ഥ്യം? നമ്മൾ SBI പഴിക്കണ്ട. ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ പ്രകൃതിയുണ്ടല്ലോ. ഞാൻ പറയുന്നു കോൺഗ്രസ്സുകാരോട് മാതൃകാപരമായി, നിങ്ങൾ ഈ പദ്ധതി എതിർത്തിട്ടില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചു. നിങ്ങൾ ഈ ബോണ്ട് വാങ്ങിച്ചത് കളങ്കിതമായ പണമല്ലെങ്കിൽ നിങ്ങൾ ആരോടാ പണം വാങ്ങി നിങ്ങൾ വെളിപ്പെടുത്തും. അപ്പോൾ BJP വിട്ടിലാവും. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ വിവരം തങ്ങൾ കൈപ്പറ്റിയ കോൺഗ്രസ്സുകാർ കിട്ടിയ പണത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് 1421 കോടി രൂപയാണ്. 1421 കോടി രൂപയുടെ കണക്ക് അങ്ങ് കോൺഗ്രസ് ഒന്ന് വെളിപ്പെടുത്തിയാൽ മതിയല്ലോ. SBIയുടെ പുറകെ പോകണ്ട. അപ്പോൾ എന്ത് മനസ്സിലാവും? BJP വെള്ളത്തിലാവും. കാരണം അവർ കണക്ക് വെളിപ്പെടുത്തണ്ടേ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത് വെളിപ്പെടുത്താത്തത്? ഇന്ന് കപിൽ സിബൽ പറഞ്ഞു ഏതാണ്ട് 2500 കോടി രൂപയുടെ വേറൊരു തട്ടിപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് നടത്തിയിട്ടുണ്ട്. ആ വിവരം പുറത്തു വന്നിട്ടില്ല. കപിൽ സിബലിൻ്റെ ആരോപണമാണ്, കോൺഗ്രസിൻ്റെ ആരോപണമാണ്. കോൺഗ്രസ്സുകാർ ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസ്സുകാരുടെ ചങ്കത്തേക്ക് ഈ നിങ്ങൾ വാങ്ങിച്ച കളങ്കം നിൽക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആരോടൊക്കെ പണം വാങ്ങിച്ചു എന്നുള്ള വെളിപ്പെടുത്തണം. വെളിപ്പെടുത്താതെ ചർച്ച പങ്കെടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ BJPയുടെ ഒപ്പം തുല്യ പങ്കാളിത്തമുള്ളവരാണ്. എല്ലാ ബൂർഷ്വാ പാർട്ടികളും, ഇന്ത്യയിലെ എല്ലാ മുതലാളിത്ത പാർട്ടികളും, എല്ലാ കോർപ്പറേറ്റ് പാർട്ടികളും. ഞങ്ങൾ അവർക്ക് എതിരായിട്ടുള്ള വർഗ പാർട്ടിയാണ്, തൊഴിലാളികളും കർഷകൻ്റെ പാർട്ടിയാണ്. ഞങ്ങൾ ഈ ബക്കറ്റ് വിരുവൊക്കെ ആയിട്ട് നടന്നോളാം.
ഞങ്ങൾ ഈ ബക്കറ്റ് പിരിവൊക്കെ ആയിട്ട് നടന്ന് നമ്മുടെ പാവപ്പെട്ട ഓമനക്കുട്ടന് 70 രൂപ ഒരു ഓട്ടോയ്ക്ക് കൂലി വാങ്ങിച്ചപ്പോൾ എന്തെല്ലാം കഥകളായിരുന്നു രാജീവ് ചന്ദ്രശേഖരുടെ ചാനൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാമല്ലോ അതെല്ലാം. ഞങ്ങൾ ഈ നാട്ടിൽ സാധാരണക്കാരൻ്റെ മനുഷ്യൻ്റെ ഇടയിൽ കിടന്ന് അവർ തരുന്ന പൈസ വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചോളാം. ഞങ്ങൾ കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ രാജ്യത്ത് കൃത്യമായി കണക്ക് കൊടുക്കുന്ന പാർട്ടി CPM ആണ്. ഇനി BJP ചെയ്ത തന്ത്രം എന്താണ് അതാലോചിക്കണം. ED റെയ്ഡ് നടത്തുക. സാന്റിയാഗോ മാർട്ടിൻ 1386 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് മുടക്കിയത്. കേരളത്തിൽ ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ ഓൺലൈൻ കച്ചവടവും സാന്റിയാഗോ മാർട്ടിൻ്റെ ലോട്ടറി കച്ചവടം നിരോധിച്ചു. കേരളത്തിന് പുറത്ത് കടത്തി. കേന്ദ്ര സർക്കാർ തട്ടിട്ട് തുള്ളിയിട്ടും കേരളം സമ്മതിച്ചില്ല. ആ സാന്റിയാഗോ മാർട്ടിൻ 1386 കോടി രൂപ ഈ രാജ്യത്ത് ലോട്ടറി ചൂതാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനി മുടക്കിയപ്പോൾ ആ പണം ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് BJP പറയട്ടെ, അല്ല കോൺഗ്രസ് പറയട്ടെ. ED അവരെ റെയ്ഡ് ചെയ്തു. ഞാൻ തീർന്നില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് ചെയ്തു. 2 വാചകം 15 മിനിറ്റ് എടുത്ത സന്ദീപ് വാര്യർ 15 മിനിറ്റ് എടുത്തു. പുൽവാമ അറ്റാക്ക് ഉണ്ടായി. ഞാൻ പറയട്ടെ, പുൽവാമ അറ്റാക്ക് ഉണ്ടായി. 40 സൈനികർ കൊല്ലപ്പെട്ട് കിടക്കുന്നു. ആ ചോര ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിച്ചവരാ BJP-ക്കാർ. പാകിസ്ഥാൻ കമ്പനിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ബോണ്ട് ഇവർ വാങ്ങിച്ചോ? SBI വഴി വിറ്റോ? നിങ്ങൾക്ക് പാകിസ്ഥാൻ കമ്പനിയുടെ പൈസയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അപ്പോൾ രാജ്യദ്രോഹമൊന്നുമില്ലല്ലേ? ഇവിടുന്ന് എല്ലാവരും അനന്തമൂർത്തിയെ പാകിസ്ഥാനിലേക്ക് പാസ്പോർട്ട് എടുത്ത് വിടാൻ പോവാ, നിങ്ങൾ വിസ എടുത്ത് വിടാൻ പോവാണ്. ആ പുൽവാമ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസമോ തലേദിവസമോ പാകിസ്ഥാൻ കമ്പനിയിൽ നിന്ന് പണം വാങ്ങുന്നു. തീർന്നില്ലല്ലോ. കോവിഡ് കാലത്ത് ഇന്ത്യയിലെ ഗംഗാനദിയിൽ എത്ര മൃതദേഹം ഈ നമ്മുടെ വാക്സിൻ കിട്ടാതെ മരിച്ചു കിടന്നു. എത്ര മനുഷ്യന്മാർ. ശാപം കിട്ടും നിങ്ങൾക്ക്. സരയൂ നദിയിൽ മരിച്ചു കിടന്നു. ശ്രീരാമൻ്റെ സരയൂ നദിയിൽ കേട്ടോ. ആ കാലഘട്ടത്തിലാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ രാജ്യത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ കൊണ്ടും വാക്സിൻ ഉണ്ടാക്കിയില്ല. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എത്ര കോടി വാങ്ങിച്ചു? കണക്കുണ്ട്. തീർന്നില്ല. ഇന്ത്യ രാജ്യത്തെ ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ വിശ്വഗുരുവിൻ്റെ ഇടത്തും വലത്തുമാണല്ലോ അംബാനി അദാനി. അവർ നേരിട്ട് പണം കൊടുത്തില്ല. അവരെന്ത് ചെയ്തു? കള്ള കമ്പനികളിലൂടെ, ഷെൽ കമ്പനികളിലൂടെ പണം കൊടുത്തു. പണം കമ്പനിയുടെ വരുമാനം എത്രയാണോ വരുമാനത്തോടൊപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ട്. ഞാൻ പറയുന്നത് തട്ടിപ്പിതൊന്നും അല്ലെന്ന്. നമ്മൾ ഈ SBI-യുടെ പുറകെ നടക്കാതെ മാധു, ഞാൻ പറയട്ടെ മാധു, തീർക്കാം, അവസാനിപ്പിക്കാം. നിങ്ങൾ SBI-യുടെ പുറകെ നടക്കാതെ SBI-ഒക്കെ പിടിക്കാം. നിങ്ങൾ അദാനിയെ പിടിക്കുമോ? അദാനിയുടെ അംബാനിയുടെ കള്ളക്കമ്പനിയെക്കുറിച്ച് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്ന ഷെൽ കമ്പനികളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കൊണ്ട് വാങ്ങിച്ചു. അങ്ങനെങ്കിൽ ഗൗരവതരമായ കുറ്റം. അതിനുവേണ്ടി എന്തു ചെയ്തു? നിങ്ങൾ കമ്പനി നിയമം ഭേദഗതി ചെയ്തു. എന്താ കമ്പനി നിയമത്തിനകത്ത് പറയുന്നത്? ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ ലാഭത്തിൻ്റെ 10% കൂടുതൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുക്കാൻ പാടില്ല. അതിന് പകരം എന്ത് ചെയ്തു? ആ നിയമം എടുത്തു കളഞ്ഞിട്ട് ആ കമ്പനിയുടെ മൊത്തം പണം വിഴുങ്ങാം. ആര് വിഴുങ്ങി? BJP വിഴുങ്ങി. വിഴുങ്ങിയത് ധാരാളം ആരോപണങ്ങൾ ഒരുപാട് നേരമാണ് ശ്രീ അനിൽകുമാർ ഒരുപാട് നേരമാണ് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത് ED റെയ്ഡ് ചെയ്ത് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത് ആളുകളെ ഭയപ്പെടുത്തിയിട്ട് അങ്ങനെ ഭയപ്പെടുത്തപ്പെട്ടു. അതിന്റെ പേരിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി നടക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. ശരി.